ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഗൂഗിൾ സെർച്ചിൽ വോയിസ് എല്ലാം യൂസ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് നമ്മൾ വോയിസായി ചോദിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഗൂഗിൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു സർവീസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്നു എന്നെല്ലാമാണ് ഗൂഗിൾ അറിയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചോദിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊന്നും ഗൂഗിൾ റെക്കോർഡ് ചെയ്യേണ്ട എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി എല്ലാം നിലനിർത്തണമെങ്കിൽ ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യമൊന്നും അറിയില്ല. നമ്മൾ ഇത്തരത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ റെക്കോർഡ് ആകുന്നുണ്ട് എന്ന് ഒരുപാട് പേർക്ക് ഇതൊന്നും അറിയാത്തൊരു കാര്യമായിരിക്കും. അതിനാൽ തന്നെ അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സെറ്റിംഗ് എല്ലാം ചേഞ്ച് ചെയ്യുക എന്നെല്ലാം നോക്കാം. ഇതിനായി നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ID എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ IDയിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യാം. ഇനി ഇവിടെ താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി ഇതെല്ലാം തന്നെ സേവ് ആകുന്നുണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ പല ഡാറ്റാസും ഇതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ടിക്ക് മാർക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാം. ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലേൺ മോർ എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റായി കൊടുത്തിരിക്കുന്നത് കാണാം. വെൻ യു സ്പീക്ക് ടു ഗൂഗിൾ സർവീസ്, ഗൂഗിൾ യൂസ് ഇറ്റ്സ് ഓഡിയോ റെക്കഗ്നിഷൻ ടെക്നോളജീസ് ടു പ്രോസസ് യുവർ ഓഡിയോ ആൻഡ് റെസ്പോണ്ട് ടു യു. അതുപോലെ ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ മറ്റു കുറച്ച് ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കുക. വെൻ ദിസ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി സെറ്റിംഗ് ഈസ് ഓൺ ഫോർ യുവർ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി, Google will save audio recordings when you interact with Google Search Assistant and Maps in your Google account on Google servers with your web and app activity എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു സർവീസ് എല്ലാം ഇപ്പോൾ ഈ ഗൂഗിൾ മാപ്പിലാണെങ്കിലും, അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച്, ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം ഈ വോയിസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ സേവ് ചെയ്യുമെന്ന് ഇവിടെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത്തരത്തിൽ ഈ ഒരു കാര്യമൊന്നും സേവ് ചെയ്യേണ്ട എങ്കിൽ ഇവിടെ ടിക്ക് മാർക്കായി കൊടുത്തിരിക്കുന്ന ഈ ഒരു കാര്യം അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴത്തായി സ്റ്റോപ്പ് സേവിങ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സെറ്റിംഗ് ഈസ് ഓഫ് എന്ന് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി ഈ ഒരു കാര്യം, അതായത് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി ഇതൊന്നും തന്നെ സേവ് ആവുകയില്ല. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രൈവസി എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പ്രൈവസി എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സെറ്റിംഗ് എല്ലാം ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.